അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ മുഖ്തസറിൻ്റെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. എല്ലാ വിദ്യാർത്ഥികളും കിതാബ് മുമ്പിൽ വെച്ചുകൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കണമെന്ന് നിങ്ങളെ ആമുഖമായി ഉണർത്തുകയാണ്. വമിൻഹു ഐ വമിനൽ ലഫ്ളി അസ്സജു. ഇനി നമുക്ക് എടുക്കാനുള്ളത് സജ് എന്ന ലഫ്ളിയായ മുഹസനാത്തിനെ കുറിച്ചാണ്. ബദിയിലെ ലഫ്ളിയായ മുഹസനാത്തിൽ സജ് എന്നതാണ് നമുക്ക് എടുക്കാനുള്ളത്. സജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രാസമൊപ്പിക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ വാക്കിൽ മലയാളത്തിൽ അർത്ഥം പറയുക. പ്രാസമൊപ്പിക്കുക, അതായത് ഓരോ സെൻറ്റൻസുകളുടെയും അവസാനത്തിലെ അക്ഷരങ്ങൾ എന്ത് ചെയ്യുക, ഒരേപോലെ വരിക എന്നുള്ളതാണ് സജ എന്ന് പറഞ്ഞാൽ. സദിക്കും കൈല പറയപ്പെട്ടിരിക്കുന്നു, വഹുവൈ സജ എന്ന് പറഞ്ഞാൽ തവാത്തു ഉൽ ഫാസിലത്വൈനി, തവാത്തു യോജിച്ചു വരലാണ്, അൽ ഫാസിലത്തൈനി വിരാമവാക്കുകൾ. വിരാമവാക്ക് എന്ന് പറഞ്ഞാൽ ഓരോ കലാമിൻ്റെയും സെൻറ്റൻസിൻ്റെയും അവസാനത്തെ വാക്ക്, അതിനാണ് ഫാസിലത്ത് എന്ന് പറഞ്ഞാൽ വിരാമവാക്ക്. ഗദ്യപ്രാസം എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. അപ്പോൾ വിരാമവാക്കുകൾ യോജിച്ചു വരലാണ് മിന നസിരി, ഗദ്യത്തിൽപ്പെട്ട. അപ്പോൾ പദ്യമല്ല, ഏതാണ്, ഗദ്യമാണ്. അപ്പോൾ ഗദ്യത്തിൽപ്പെട്ട നമ്മളുടെ സെൻറ്റൻസുകൾ മക്കാലകൾ എഴുതുമ്പോൾ അതിൽ എഴുത്തിലുള്ളതെന്ന് അർത്ഥം, പാട്ടിലല്ല, കവിതയിലല്ല. അപ്പോൾ ആ ഗദ്യത്തിലുള്ളതായിരിക്കുന്ന വിരാമവാക്കുകൾ യോജിച്ചു വരലാണ് അല ഹർഫിൻ വാഹിദിൻ, ഒരു ഹർഫിൻ്റെ മേൽ ഫിൽ ആഖിരി, അതിൻ്റെ അവസാനത്തിൽ. അപ്പോൾ അതിൻ്റെ അവസാനത്തിലുള്ള അക്ഷരം ഒരുപോലെ വരിക എന്നുള്ളതാണ് ഈ സജ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഖീല. വഹുവ മഅന, ഈ പറഞ്ഞതാണ്. അപ്പോൾ തന്നെ ഇപ്പോൾ സജീൻ്റെ ഡെഫിനിഷൻ ഈ പറഞ്ഞത് തന്നെയാണ് മഅന, ആശയം. കൗലി സക്കാക്കി വഹുവ മഅന കൗലി സക്കാക്കി, സക്കാക്കി ഇമാമിൻ്റെ കൗലിൻ്റെ മഅനയും ഇത് തന്നെയാണ്. എന്താണ് മൂപ്പര് പറഞ്ഞത്? സക്കാക്കി ഇമാം പറഞ്ഞത് വഹുവ, ഇത് സജ എന്ന് പറയുന്നത് ഫിന്നസ്രി, ഗദ്യത്തിൽ സജ എന്നുള്ളത് കൽ ഖാഫിയത്ത് ഫി ശഅരി, ഷിഅറിലെ ഖാഫിയത്ത് പോലെയാണ്. പദ്യത്തിൽ ഇങ്ങനെ അവസാനത്തെ ഓരോ മസ്റയിൻ്റെയും അവസാന ഭാഗങ്ങളിൽ ലഫ്ദ് ഒന്നിച്ചു വരുന്നതിന് ഖാഫിയത്ത് എന്ന് പറയാം. അതാണ് നമ്മൾ നേരത്തെ സജ നസിറില എന്ന് പറഞ്ഞത്. കവിതയിലാകുമ്പോൾ ഖാഫിയത്ത് എന്ന പേര്. അപ്പോൾ ഷിഅറിൽ, കവിതയിൽ ഖാഫിയത്ത് പോലെയാണ് നസിറിലേത് സജ എന്ന് ആര് പറഞ്ഞു? സക്കാക്കിമ പറഞ്ഞു. അതാണ് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഡെഫിനിഷൻ അർത്ഥം. ഇനി എന്താ മുസ്ലിം ഉദ്ദേശിച്ചത്? അന്നഹാദ, ഈ പറഞ്ഞതാണ് മഖ്സൂദു കലാമി സക്കാക്കി വ മഹ്സൂലുഹു, സക്കാക്കി ഇമാമിൻ്റെ കലാമിൻ്റെ മഖ്സൂദ്, ഉദ്ദേശവും മഹ്സൂലും, അതിൻ്റെ രത്ന ചുരുക്കവും ഈ നേരത്തെ പറഞ്ഞതാണ്. ഈ നസറിൽ എന്ത് ചെയ്യുക, അവസാന വാക്കുകൾ ഒരേ അക്ഷരത്തിൻ്റെ മേൽ വരിക എന്നുള്ളതാണ്. വ ഇല്ല, അങ്ങനെയല്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതല്ല സക്കാക്കി ഇമാമിൻ്റെ വാക്കിൻ്റെ അർത്ഥമെങ്കിൽ ഫസ് സജു, അപ്പോൾ സജു അല തഫ്സീരിൽ മദ്കൂരി, ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ വിശദീകരണ പ്രകാരം സജ എന്നുള്ളത് ബിമാനൽ മസ്ദരി, അത് മസ്ദറിൻ്റെ മായനക്കാണ്. അയനി, അതായത് തവാഫുഖുൽ ഫാസിലത്തൈനി ഫിൽ അഖീരി, ഫാസിലകൾ തമ്മിൽ വിരാമവാക്കുകൾ അവസാനത്തെ അക്ഷരത്തിൽ യോജിച്ചു വരിക എന്ന മായനക്കാണ് വരിക. വഅല കലാമി സക്കാക്കി, സക്കാക്കി ഇമാമിൻ്റെ കലാം പ്രകാരം എന്താവും? വഹുവ നഫ്സുൽ ലഫ്ളി അൽ മുതവാത്തിൽ ആഖിർ, അവസാനം യോജിച്ചു വന്ന ലഫ്ളിനെ കുറിച്ചാണ് അത് വരിക എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞതല്ലെങ്കിൽ എന്താണ് ഇത് എങ്കിൽ, അപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞതനുസരിച്ച് സജീവൻ എന്താവും? അത് അവസാനത്തെ ഹർഫിൽ ഈ ഫാസിലകൾ യോജിച്ചു വരല് എന്നാവും. സക്കാക്കി ഇമാമിൻ്റെ കോലപ്രകാരം ഈ അവസാനത്തെ യോജിച്ചു വന്ന ലഫ്ള് ആകും അത് എന്നായി വരും, അല്ലേ? ഹുവ, ഈ ഹുവ അത് എന്ന് പറഞ്ഞാൽ ഈ സജീവ് എന്ന് പറഞ്ഞാൽ നഫ്സുൽ ലഫ്ള്, ആ ലഫ്ള് തന്നെയാണ് അൽ മുതവാത്തിൽ ആഖിർ, അവസാനം യോജിച്ചു വന്ന ലഫ്ളിനെ കുറിച്ചാണ്. ഇവിടെ ഫി അവാഖിരിൽ ഫിക്കരി, ഫിക്രകളുടെ ഓരോ സെൻറ്റൻസുകളുടെ അവസാനത്തിൽ യോജിച്ചു വന്ന ലഫ്ള് എന്നാവും മൂപ്പര്, അങ്ങനെ ആയിരിക്കും. വലുത, അതുകൊണ്ടാണ് ദക്കറൗ സക്കാക്കി, സക്കാക്കി ഇമാമ പറഞ്ഞത് ബി ലഫ്ദുൽ ജമ്മി, ജമ്മിൻ്റെ വാക്കുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം ഖവാഫി എന്നാണ് പറഞ്ഞത്. അതാ ഒക്കാല മൂപ്പര ഇബാർത്ത് എങ്ങനെയാണ്? സക്കാക്കി ഇമാമിൻ്റെ ഇബാർത്താണ് പറയുന്നത്. ഇന്നഹ ഫി നസ്രി, ഇന്നാന സജ് ഫി നസ്രിൽ കൽ ഖവാഫി ഫി ഷിഅരി, ഷിഅറിൽ കാഫിയകൾ പോലെയാണ് ജമ്മുകൊണ്ട് പറഞ്ഞത്, അതുകൊണ്ടാണെന്ന് അർത്ഥം. വദാലിക, അതായത് ലിയന്നൽ ഖാഫിയത്ത, ഖാഫിയ, ഷിഅറിലെ കാഫിയ എന്ന് പറഞ്ഞാൽ എന്താ? ഖാഫിയത്ത് പറഞ്ഞാൽ ലഫ്ളുൻ, അത് ലഫ്ലാണ്. ഫി ആഖിരിൽ ബൈത്തി, ഒരു ബൈത്തിൻ്റെ അവസാനത്തിലുള്ള ലഫ്ലായിരിക്കും. ആ ലഫ്ദ് എന്ന് പറയുന്നത് ഇമ്മൽ കലിമത്ത് നഫ്സ, ഒന്നില്ലെങ്കിൽ ആ കലിമത്ത് മൊത്തമായിരിക്കും, അവൽ ഹർഫുൽ അഖീറു മിൻ, അല്ലെങ്കിൽ അതിൽപ്പെട്ട അവസാനത്തെ ഹർഫായിരിക്കും.
ഔ ഗൈറ ദാലിക അല്ലെങ്കിൽ അതല്ലാത്ത വേറെ എന്തെങ്കിലും ആയിരിക്കും. അലാ തഫാസീൽ മദ്ഹബി. അങ്ങനെ എന്താണ് ഈ കാഫിയത്തിന് പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അത് പകരം ഒന്നിൽ കലിമത്ത് ആ ബൈത്തിൻ്റെ അവസാനത്തെ ലഫ്ദ് അത് കലിമത്താവാം, അല്ലെങ്കിൽ അർഫാവാം, അല്ലെങ്കിൽ അല്ലാത്തതാവാം. ആ വിശദീകരണം അനുസരിച്ചിട്ട് പലതാകാം. വലൈസത്ത് അപ്പോൾ അതല്ല ഇബാറത്തൻ അൻ തവാത്തുൽ കലിമത്തൈനി ഫി അവാഖിറിൽ അബിയാത്തി. എന്തല്ല ഈ കാഫിയ എന്ന് പറഞ്ഞാൽ അത് ഇബാറത്തല്ല. എന്തിനെക്കുറിച്ചുള്ള അൻ തവാത്തുൽ കലിമത്തൈനി രണ്ട് കലിമത്തുകൾ യോജിക്കലിനെ കുറിച്ച് ഫി അവാഖിറിൽ അബിയാത്തി ബൈത്തുകളുടെ അവസാനങ്ങളിൽ അല ഹർഫിൻ വാഹിദിൻ ഒരു ഹർഫിൻ്റെ മേൽ. ഫൽ ഹാസിലു എന്തായാലും ഇത്രയും പറഞ്ഞ ചുരുക്കം അന്ന സജ എന്നുള്ളത് ഖദ് യുത്ലഖു അലൽ കലിമത്തിൽ അഖീറത്തി മിനൽ ഫിഖറ. ഖദ് യുത്ലഖു ചിലപ്പോൾ ഈ സജി എന്നതിന് പറയപ്പെടും അൽ കലിമത്തിൽ അഖീറത്തി അവസാനത്തെ വാക്കിൻ്റെ മേൽ മിനൽ ഫിഖറത്തി ഒരു ഫിഖറത്തിൽപ്പെട്ട ഈ സെൻറ്റൻസിൽപ്പെട്ട അവസാനത്തെ ഒരു കലിമത്തിൻ്റെ മേൽ ചിലപ്പോൾ എന്ത് പറയും സജി എന്ന് പറയും. അതെങ്ങനെ? അത് ബേത്തിബാരി തവാഫുഖിഹ ലി കലിമത്തിൽ അഖീറത്തി മിനൽ ഫിഖറത്തിൽ ഉഖറ. അത് ബേത്തിബാർ തവാഫിക്കുക അത് യോജിച്ചിട്ട് ആ കലിമത്ത് യോജിച്ചു വന്നിരിക്കുന്നു ലിൽ കലിമത്തിൽ അഖീറത്തി അവസാനത്തെ കലിമത്തിനോട് മിനൽ ഫിക്രത്തിൽ ഉഖ്റ മറ്റേ ഫിക്രത്തിലുള്ള മറ്റേ സെൻറ്റൻസിലുള്ള ആ കലിമത്തിലെ അവസാന കലിമത്തിനോട് ഈ കലിമത്ത് യോജിച്ചു എന്ന് പരിഗണിച്ചിട്ട് ചിലപ്പോൾ എന്താവാം ഒരു ഫിക്രത്തിൻ്റെ അവസാനത്തെ കലിമത്താവാം സജേ. വഖദ് യുത്ലഖു ചിലപ്പോൾ ഈ സജി എന്നതിനെ പറയപ്പെടുമല്ല നഫ്സ് തവാഫുഖയുമായി രണ്ട് കലിമത്തും യോജിക്കുക എന്നതിന് മേൽ. വൽ മർജിഉൽ മഅനൈനി വാഹിദുൻ രണ്ടിൻ്റെയും മഅന തന്നെയാണ് ഒന്ന് തന്നെയാണ് എന്നർത്ഥം. അതാണ് ചുരുക്കി പറഞ്ഞാൽ ആ സജയിൻ്റെ കുറിച്ചുള്ള ചർച്ച. സജി എന്നാൽ എന്ത്, അപ്പം അതിൽ സക്കാക്കിമിൻ്റെ അഭിപ്രായം എന്ത്, അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് സജി എന്നുള്ളതിലോട്ട് വരുന്നത്, അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി വഹുവ സജി എന്നുള്ളത് സലാസ ദുർബിൻ എത്ര ഇനമുണ്ട്? 3 ഇനമുണ്ട്. സജി 3 ഇനമുണ്ട്. അതിനെക്കുറിച്ചാണ് ചർച്ച. ശ്രദ്ധിക്കുക. وهو السجع 3 ضرب متطرف إن اختلف في الوزن نحو ما لكم لا ترجون لله وقارا وقد خلقكم أطوارا. ഒന്ന് മുത്തതരിഫാണ്. എന്താ മുത്തതരിഫ് എന്ന് പറഞ്ഞാൽ ഇനി ഇഖ്തലഫത്താ അൽ ഫാസിലത്താനി രണ്ട് ഫാസിലകൾ വിരാമ വാക്കുകൾ തമ്മിൽ വ്യത്യാസപ്പെട്ടാൽ ഫിൽ വസ്നി അതിൻ്റെ വസ്നിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് എന്ത് പറയുന്നത് മുത്തതരിഫ് എന്ന് പറയുന്നത്. വസ്നിൽ വ്യത്യാസപ്പെട്ടു വരിക. അനുദാഹരണം വിശദമായ ഖുർആനിൽ പറഞ്ഞു മാലക്കും നിങ്ങൾക്കെന്താണ് ലാ തർജൂനില്ലാഹി വഖാറ അള്ളാഹുവിനൊരു വഖാറിനെയും ഉദ്ദേശിക്കുന്നില്ല. വഖദ് ഖലഖക്കും അത്വാറ അശ്യം അള്ളാഹു നിങ്ങളെ ഘട്ടം ഘട്ടമായി സൃഷ്ടിച്ചു. ഇവിടെ നോക്കൂ ഫൈനൽ വഖാറ അൽ അത്വാർ വഖാറ അത്വാർ ഇതാണ് ഇപ്പോൾ സജിയ. ഒന്നാം ഫിക്രത്തിൽ ലാ തർജൂനില്ലാഹി വഖാറ, രണ്ടാം ഫിക്രത്തിൽ വഖദ് ഖലഖക്കും അത്വാറ വഖാറ അത്വാറ അവിടെ അവസാനത്തെ അർഫുകൾ യോജിച്ചു വന്നു. ഇതാണ് ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത് സജിയ എന്ന് പറഞ്ഞത്. ഇതിനെക്കുറിച്ചും ഇവിടെ ഇപ്പോൾ രണ്ട് ഫാസിലുകൾ നമ്മൾ വസ്നിൽ മാറ്റേണ്ടത്. ഒന്ന് വഖാറ് ഒന്ന് അത്വാറ. ഫൈനൽ വഖാറ വൽ അത്വാറ അക്വാറു അത്വാറ് എന്നുള്ള അത്വാർ എന്നുള്ളത് മുഖ്തലിഫാനി വസ്നൻ അത് വസ്നിൽ വ്യത്യാസപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് മുത്തതരിഫ് എന്നെന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ പറയുന്നത് എന്നർത്ഥം. വ ഇല്ല ഇനി അങ്ങനെയല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ വഇല്ലം യഖ്തലിഫ ഫിൽ വസ്നി വഇല്ലം യഖ്തലിഫ ആ ഫാസിലകൾ തമ്മിൽ വിരാമ വാക്കുകൾ തമ്മിൽ വ്യത്യാസപ്പെടുന്നില്ലെങ്കിൽ ഫിൽ വസ്നി വസ്നിൽ മാറ്റമൊന്നുമില്ല ഒരേ വസ്നാണ്. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ അപ്പോൾ നോക്കണം ഫൈൻകാന. അപ്പോൾ ഫൈൻകാന മാഫി ഇഹ്ദൽ ഖരീനതൈനി ഫൈൻകാന അപ്പോൾ ആണെങ്കിൽ മാ ഒന്നാണെങ്കിൽ ഫി ഇഹ്ദൽ ഖരീനതൈനി രണ്ടാലൊരു ഖരീനയിൽ ഖരീന എന്ന് ഉദ്ദേശിച്ച് ഇവിടെ ഫിക്ര തന്നെ രണ്ടാലൊരു സെൻറ്റൻസ് രണ്ടാലൊരു ഭാഗം അല്ലേ അതാണ് ഖരീനത്തൈനി എന്ന് പറഞ്ഞിട്ടോ. കാരണം ഒരു സെൻറ്റൻസ് മറ്റൊരു സെൻറ്റൻസിൻ്റെ അടുത്താണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് ഖരീനത്ത് എന്നോട് പറഞ്ഞത് മനസ്സിലായിക്കോളെ. അപ്പോൾ ഇവിടെ ഖരീനത്തിൻ്റെ ഫിക്രത്തൈനി എന്നാണ് ഉദ്ദേശം. അപ്പോൾ ഇൻകാന ആണെങ്കിൽ മാ ഒന്നാണെങ്കിൽ ഫി ഇഹ്ദൽ ഖരീനത്തൈനിയിൽ ഫിക്രത്തൈനി ഇവിടെ പറഞ്ഞ രണ്ട് ഫിക്രയിൽപ്പെട്ട രണ്ടിൽ ഒന്നിൽ അല്ലേ രണ്ട് ഫിക്രുണ്ട് അതിൽ ഒന്നിൽപ്പെട്ട ഒന്നാണെങ്കിൽ പിന്നെ അൽഫാദ് ലഫ്ലുകളിൽപ്പെട്ട ഒന്ന് ഔ അക്സറു അല്ലെങ്കിൽ അപ്പോൾ അവിടെയുള്ള മുഴുവൻ അർത്ഥം അതാണ് അതിൽപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞത്. ഔ അക്സറു ഔ കാന അക്സറു അല്ലെങ്കിൽ ആ രണ്ട് ഫിക്റുകളിൽപ്പെട്ട അതിലുള്ള അധികവും എന്നുണ്ടെങ്കിൽ അതിൽപ്പെട്ട മുഴുവനും അല്ലെങ്കിൽ അതിൽപ്പെട്ട അധികവുമാണെങ്കിൽ ഐ അക്സറു മാഫി ഏതൽ ഖരീനത്തൈനി ഈ രണ്ട് ഫിക്റുകളിൽ ഒന്നിലുള്ള അധികവും മറ്റേത് ഒന്നിലുള്ള മുഴുവൻ എന്ന് പറഞ്ഞത് ആദ്യം ഇൻകാന ജമീഅ മാഫി ഏതൽ ഖരീനത്തൈനി ഈ രണ്ട് ഖരീനയിലുള്ള അധികവും അല്ലെങ്കിൽ മുഴുവനും ആണെങ്കിൽ മിസ്ലമ യുക്കാബിലുഹു മിസ്ലമ ഒന്നുപോലെയാണെങ്കിൽ എങ്ങനത്തെ ഒന്ന് യുക്കാബിലുഹു
ആ ഒന്ന് മറ്റേതിനോട് എന്ത് ചെയ്യും? മുക്കാബിലയായി വരും. മിനൽ ഖരീനത്തുൽ ഉഖ്റ, മറ്റേ ഫിക്രത്തിൽ, മറ്റേ സെൻറ്റൻസിൽ. അപ്പോൾ ഈ സെൻറ്റൻസിലുള്ള എല്ലാതും അല്ലെങ്കിൽ അതിലുള്ള അധികവും എന്ത് ചെയ്യുന്നു? മറ്റേ സെൻറ്റൻസിലുള്ള ആ അതിലുള്ളതിനെ പോലെ തന്നെയാണ്. ഏതൊക്കെ വിഷയത്തിൽ? ഫിൽ വസ്നി വൽ തഖഫിയത്തി, വസ്നിലും അതുപോലെ തന്നെ അവസാനത്തെ അക്ഷരം യോജിച്ചു എന്ന വിഷയത്തിലും. തഖഫിയത്ത് എന്ന് പറഞ്ഞാൽ അതായത് തവാഫുഖി അലൽ ഹർഫിൽ അഖീരി, അവസാനത്തെ അക്ഷരത്തിൻ്റെ വിഷയത്തിൽ, അവസാനത്തെ അക്ഷരത്തിൽ യോജിക്കുന്ന വിഷയത്തിലും വസ്നിലും ഈ രണ്ടാമത്തെ സെൻറ്റൻസിൽ, രണ്ടാമത്തെ ഫിക്രത്തിലുള്ളത് മുഴുവനും അല്ലെങ്കിൽ അതിൽ അധികവും ഒന്നാമത്തെ സെൻറ്റൻസിലുള്ള അതേപോലെ തന്നെയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഫതറസ്വിയോൻ, അതിൻ്റെ പേരാണ് തറസ്വിയോ എന്നാണ് ആ ഇനത്തിൻ്റെ പേര്. നേരത്തെ നമ്മൾ രണ്ട് ഫാസിലും തമ്മിൽ വസ്നിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതിനെന്ത് പേര് പറഞ്ഞു? മുത്തദരിഫ് എന്ന് പറഞ്ഞു. ഇനി രണ്ടിലും വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരേ വസൻ തന്നെയാണ്. അപ്പോൾ അവിടെ നോക്കണം, ഈ രണ്ടാമത്തെ ഭാഗത്ത് ഫിക്രത്ത് സെൻറ്റൻസിലുള്ള മുഴുവൻ സാധനം അല്ലെങ്കിൽ അധികവും എന്താണ്? ഒന്നാമത്തിലുള്ള അതേപോലെ തന്നെയാണെങ്കിൽ അതിൻ്റെ പേരാണ് തറസ്വിയോ എന്ന പേര്. നഹു, ഉദാഹരണം ഫഹുവ യബ്തഉൽ അസ്ജാഅ ബിജവാഹിരി ലഫ്ളിഹി വയഖറഉൽ അസ്മാഅ ബിസവാജിരി ബഅദിഹി. നോക്കി, അതേന്ന് പറഞ്ഞാൽ എന്താണ്? കവിതനെ കുറിച്ച് പറയുകയാണ് അയാൾ, അല്ലെങ്കിൽ അയാളുടെ എഴുത്തിനെ കുറിച്ച് പറയാം. അത് യത്ബഉൽ അസ്ജാഅ, അദ്ദേഹം യത്ബഉൽ അസ്ജാഅ, സജീകളെ, നമ്മൾ നേരത്തെ പറഞ്ഞ സജീണ്ട്, ആ സജീകളെ അയാൾ സീൽ ചെയ്യും. ബി ജവാഹിർ ലഫ്ലിഹി, അദ്ദേഹത്തിൻ്റെ ലഫ്ലുകളുടെ മുത്തുകളെ കൊണ്ട് ഉണ്ടോ അതിനെ ഒരുക്കിയെടുക്കും. വയഖറഉൽ അസ്മാഅ, അത് ചെവികളെ എന്ത് ചെയ്യും? അത് പ്രകമ്പനം കൊള്ളിപ്പിക്കും. ബി സവാജിരി വഅലിഹി, അവൻ്റെ ഉപദേശത്തിൻ്റെ വിലക്കുകളെ കൊണ്ട്. ഇവിടെ നോക്കിയും എത്തുബാവോ അതിനോട് ഒത്തമാരിയാണ് യക്കറാവ് വന്നിട്ടുള്ളത്. അസ്ജാഹിനോട് ഒത്തമാരി അസ്മാവ് വന്നു, അതിൻ്റെ അതേ വസന കേട്ടോ. ബി ജവാഹിർ ബി ജവാജിർ ലഫ്ലിഹി, അതിനോട് പിന്നില്ല. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഒത്തു വന്നില്ലേ? അതിൻ്റെ ഫിക്ര അവസാനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഒത്തു വന്നിട്ടുണ്ട്. ഒക്കത്തിൻ്റെയും അവസാന വാക്കുകളും വസനും ഒത്തു വന്നു. അപ്പോൾ ഇങ്ങനെ വരുന്നതിന് തർസ്വി എന്ന പേരുന്നാണ്. ഫജമിഉ മാ ഫി ഖരീനത്തി സാനിയത്തി, അപ്പോൾ ഇവിടെ രണ്ടാം യഖറഉൽ അസ്മാ ബി സവാജിർ അഇദി എന്നുള്ള ഈ രണ്ടാം ഖരീനയിലുള്ള മുഴുവനും മുവാഫിഖുൻ, അത് യോജിച്ചു വന്നതാണ്. ലിമാ യുഖാബിലുഹു ഫിൽ ഖരീനത്തിൽ ഊല, ഒന്നാമത്തെ ഫിക്രത്തിൽ, ഒന്നാമത്തെ സെൻറ്റൻസിൽ അതിനോട് തുല്യമാവുന്ന ഒന്നിനോട് യോജിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്ന് ഇവിടെ പറഞ്ഞ ഓരോന്നിനും എന്ത് ചെയ്തിരിക്കുന്നു? യോജിച്ചു വന്നിരിക്കുന്നു. അമ്മാ ലഫ്ളു ഫഹുവ, അപ്പം ഫഹുവ എന്ന ലഫ്ള് ഇവിടെ ഫഹുവ യത്ബഉ എന്നുള്ളടത്ത് എന്തില്ല? ലഫ്ളു വഅലു കേട്ടോ, വഅലു. ഇവിടെ എന്ത് വന്നിട്ടില്ല? ലഫ്ള് ഹുവ എന്നുള്ളത് ഫലാ യുഖാബിലു ഷൈഅ, അതിനോട് ഇവിടെ എന്ത് ഒന്നും മുക്കാബിലായിട്ടൊന്നും വന്നിട്ടില്ല. ബാക്കിയുള്ളത് മുഴുവൻ എന്തായിട്ടുണ്ട്? മുക്കാബിലയായി വന്നിട്ടുണ്ട്. വലാ യുഖാബിലുഹു, ആ വഹുവ എന്നതിന് മുക്കാബിലായിട്ടുള്ള ഷൈഉ മിന സാനിയത്തി, രണ്ടാമത്തിൽ അവിടെ ഒന്നുമില്ല. അപ്പോൾ ഉണ്ടോ? അപ്പോൾ ഈ ബാക്കിയുള്ളത് മുഴുവനും എത്തുബാവിന് മുക്കാബിലായിട്ട് അക്രാവുണ്ട്, ഒരേ വസന്, ഇവിടെ അതേ വസന് അവസാനം യോജിച്ചു വന്നു. അസ്ജായ് അസ്മാ അവിടെ ഇവിടെ യോജിച്ചു വന്നു. ജവാഹിർ ജവാജിർ യോജിച്ചു വന്നു. ലഫ്ലിഹി വഅലിഹി യോജിച്ചു വന്നു. അപ്പം ഇങ്ങനെ ഓരോന്നും അതിൻ്റെ അവസാനം യോജിച്ചു വന്നതിൽ അതിന് തർസ്വി എന്ന് പറയും. ഇനി വലൗഖാല ബദലിൽ അസ്മായിൽ ആദാന, ഇവിടെ അസ്മായ് അല്ലെ, അസ്മായിന് പകരം ആദാനെ എന്ന് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ കാന മിസാലൻ, അത് എന്താവുമാതിരി ഉദാഹരണമായി വരും. ലിമാ യകൂനു അക്സറ മാ ഫി സാനിയത്തി, നമ്മൾ രണ്ടെണ്ണ പറഞ്ഞു. ഒന്നില്ലെങ്കിൽ ആ രണ്ടാമത്തിലുള്ള മുഴുവനും ഒന്നാമത്തിനോട് യോജിക്കുക, അല്ലെങ്കിൽ അക്സർ യോജിക്കുക എന്നാവും. അക്സറു എന്ന് പറഞ്ഞു. അപ്പോൾ അക്സർ യോജിച്ചിന് ഉദാഹരണം പറയണമെങ്കിൽ എന്തൊക്കെയാ മതി? അസ്മാ മാറ്റിയിട്ട് അവിടെ ആദാനിട്ടെ, അപ്പോൾ വസന് മാറും. ബാക്കിയുള്ള അപ്പോൾ അതല്ലാത്ത ബാക്കിയൊക്കെ യോജിച്ചിട്ടുണ്ട്. അപ്പോൾ അക്സറും യോജിച്ചിന് ഉദാഹരണമായിട്ട് കിട്ടും. അതാ പറഞ്ഞത്. അസ്മാന് പകരം ആദാന് പറഞ്ഞില്ലെങ്കിൽ കാന അതാകും മിസാലൻ, ഉദാഹരണമാകും. ലിമ ഒന്നിന്, യക്കൂനു അക്സറു മാഫി സാനിയത്തി, രണ്ടാമത്തതിലുള്ള അധികവുമാകും. മുവാഫിക്കൻ ലിമ യുഖാബിലുൽ ഫിൽ ഊല, ഒന്നാമത്തതിൽ അതിനോട് മുക്കാബലയായി വന്നതിനോട് യോജിച്ചു വരുന്നതിൽ അധികവും യോജിച്ചു വന്നതിന് ഉദാഹരണമായി മാറും. ഇവിടെ അപ്പോൾ മുഴുവനും യോജിച്ചു വന്നതിന് ഉദാഹരണമായിട്ട് മാറി. എന്നാൽ അതേസമയം അസ്മാ മാറ്റി അവിടെ ആദാനം വെച്ചാൽ എന്താവും? ആ രണ്ടാമത്തിൽ അധികവും ഒന്നാമത്തിലുള്ള അതിനോട് യോജിച്ചതിന് ഉദാഹരണമായിട്ട് മാറും എന്നർത്ഥം. അപ്പം ഇൻഷാ അല്ലാഹ് രണ്ട് കാര്യം പറഞ്ഞു. ഇനി നമുക്ക് എന്തുണ്ട്? അടുത്തൊരു ഇനം കൂടി ഇൻഷാ അല്ലാഹ് നോക്കാനുണ്ട്. 3 ഇനം നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് 2 ഇനം നമ്മൾ നോക്കി. ഒന്ന് മുത്തദരിഫും, രണ്ടാമത്തത് തർസ്വിയോൻ.
അപ്പം ഇൻഷാ അല്ലാ ബാക്കി ഇനിയൊരു ഇനമുണ്ട്, അത് മുത്തവാസിൻ എന്നാണ് പറയുന്നത്, അതടുത്ത് പറയും. അപ്പോൾ ഇൻഷാ അല്ലാ അതടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എല്ലാ കുട്ടികളും പറഞ്ഞ ഇതുവരെയുള്ള ഭാഗങ്ങൾ മുഴുവൻ കേൾക്കുകയും അതിൽ നിന്ന് പറഞ്ഞ സജീവ എന്നാൽ എന്ത്, അതിൻ്റെ 2 ഇനങ്ങൾ അതെങ്ങനെയാണ് വരുന്നത് എന്ന് എഴുതി ഉദാഹരണ സഹിതം എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.